ഹായ് നമസ്കാരം. വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇന്ന് ന്യൂസിലൻഡ് ഇംഗ്ലണ്ടുമായി പരാജയപ്പെട്ടപ്പോൾ സെമി പ്രവേശനം അനിശ്ചിതത്തിലായിരിക്കുന്നു ന്യൂസിലൻഡിന്. 6 പോയിന്റോടെ ഇംഗ്ലണ്ട് സെമി ഉറപ്പിക്കുന്നു ഗ്രൂപ്പ് 2-ൽ നിന്ന്. ഗ്രൂപ്പ് 1-ൽ 4 പോയിന്റോടെ നേരത്തെ സൗത്ത് ആഫ്രിക്ക സെമി ഉറപ്പിച്ചിരുന്നു. കൊളംബോയിൽ നടന്ന മത്സരത്തിൽ ടോസ് ലഭിച്ച ന്യൂസിലൻഡ് ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഓപ്പണിംഗ് ജോഡി നല്ലൊരു തുടക്കമാണ് ന്യൂസിലൻഡിന് നൽകിയത്. 7-ാം ഓവറിന്റെ അവസാന ബോളിൽ വിക്കറ്റ് നഷ്ടമാകുമ്പോൾ സ്കോർ 64 നേടിയിരുന്നു ന്യൂസിലൻഡ്. പക്ഷേ പിന്നീട് വന്നതിൽ ഫിലിപ്സ് മാത്രമാണ് നല്ലൊരു സ്കോർ ന്യൂസിലൻഡിന് വേണ്ടി നേടിയത്. 28 പന്തുകളിൽ 39 റൺസ് എടുത്ത ഫിലിപ്സ് 4 ഫോറുകളും ഒരു സിക്സും നേടിയിരുന്നു. പിന്നീട് ആർക്കും കാര്യമായി സ്കോർ ചെയ്യാൻ സാധിച്ചില്ല എന്നതാണ് ന്യൂസിലൻഡിന് വിനയായത്. പക്ഷേ ന്യൂസിലൻഡ് ഉയർത്തിയ 159 എന്ന സ്കോർ മറികടക്കാനെത്തിയ ഇംഗ്ലണ്ടിന്റെ 2 വിക്കറ്റുകൾ 2 റൺസിന് നഷ്ടപ്പെട്ടിരുന്നു. അവിടെ നിന്നാണ് ഇംഗ്ലണ്ട് പിന്നീട് തിരിച്ചു വരുന്നത്. പാകിസ്ഥാനെതിരെ സെഞ്ചുറി നേടിയ ക്യാപ്റ്റൻ ഹാരി ബ്രൂക്ക് ഇന്ന് 26 റൺസ് എടുത്തിരുന്നു. ഒരുപക്ഷെ ഇന്ന് ഇംഗ്ലണ്ട് പരാജയപ്പെടും എന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് അവസാന നിമിഷത്തിൽ വിൽ ജാക്സും റഹാൻ അഹമ്മദും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് ന്യൂസിലൻഡിന് തിരിച്ചടിയായത്. 7 പന്തുകൾ നേരിട്ട് റഹാൻ അഹമ്മദ് 19 റൺസ് നേടി. 18 പന്തുകൾ നേരിട്ട് വിൽ ജാക്സ് 32 റൺസും നേടി. ഈ 2 താരങ്ങളും ബൗളിങ്ങിലും നല്ലൊരു പ്രകടനം ഇംഗ്ലണ്ടിന് വേണ്ടി കാഴ്ചവെച്ചിരുന്നു. 20-ാം ഓവറിന്റെ 3-ാം പന്ത് ബൗണ്ടറിയിലേക്ക് പറത്തിക്കൊണ്ടാണ് വിൽ ജാക്സ് ഇംഗ്ലണ്ടിന് വിജയം സമ്മാനിച്ചത്. വിൽ ജാക്സ് തന്നെയാണ് കളിയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇംഗ്ലണ്ട് ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തിയതോടുകൂടി പാകിസ്ഥാന് വീണ്ടും പ്രതീക്ഷ വന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ. പാകിസ്ഥാന്റെ അവസാന മത്സരം ശ്രീലങ്കയും പാകിസ്ഥാനും തമ്മിൽ ശ്രീലങ്കയിലാണ് മത്സരം. ശ്രീലങ്ക നിലവിൽ ഇംഗ്ലണ്ടിനോടും ന്യൂസിലൻഡിനോടും സ്വന്തം കാണികൾക്ക് മുന്നിൽ പരാജയപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. ശ്രീലങ്കയെ സംബന്ധിച്ച് സ്വന്തം കാണികൾക്ക് മുന്നിൽ അവസാന മത്സരത്തിലെങ്കിലും ഒരു ആശ്വാസ ജയം നേടണമെന്നാഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ശ്രീലങ്ക പാകിസ്ഥാനെതിരെ ഇറങ്ങുന്നത്. എന്നാൽ പാകിസ്ഥാനെ സംബന്ധിച്ച് വിജയം മാത്രം പോരാ. ന്യൂസിലൻഡിന് നിലവിൽ 3 പോയിൻ്റാണുള്ളത്. ന്യൂസിലാൻഡ് പാകിസ്ഥാൻ മത്സരം മഴ മൂലം പോയിൻ്റ് പങ്കുവച്ചിരുന്നു. ന്യൂസിലൻഡ് ശ്രീലങ്കയെ വൻ മാർജിനിൽ പരാജയപ്പെടുത്തിയതുകൊണ്ട് മികച്ച ഒരു റൺ റേറ്റായിരുന്നു നിലവിലുണ്ടായിരുന്നത്. +3-ലായിരുന്നു ന്യൂസിലൻഡ്. പക്ഷേ ഇന്ന് ഇംഗ്ലണ്ടിനോടേറ്റ പരാജയത്തിൽ ന്യൂസിലൻഡിൻ്റെ റൺ റേറ്റിന് ഇടിവ് വന്നിരിക്കുന്നു. +1-ലാണ് ഇപ്പോൾ ഉള്ളത്. പാകിസ്ഥാൻ -0-ലാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് ശ്രീലങ്കയെ വെറുതെ പരാജയപ്പെടുത്തിയാൽ പോരാ, ന്യൂസിലൻഡിൻ്റെ റൺ റേറ്റിനെയും മറികടക്കുന്ന ഒരു വിജയം പാകിസ്ഥാന് നേടാനായാൽ പാകിസ്ഥാന് സെമിയിലേക്ക് മുന്നേറാം. അതല്ലെങ്കിൽ ഗ്രൂപ്പ് 2-ൽ നിന്ന് ഇംഗ്ലണ്ടിൻ്റെ കൂടെ ന്യൂസിലൻഡ് തന്നെയായിരിക്കും സെമിയിലെത്തുക. ശ്രീലങ്ക ജയിച്ചാൽ പാകിസ്ഥാന് മഴ മൂലം ദാനം കിട്ടിയ 1 പോയിന്റുമായി നാട്ടിലേക്ക് തീർച്ചയായും മടങ്ങാം. എന്തായാലും സെമിയിലേക്ക് ആര് മുന്നേറും എന്ന അനിശ്ചിതത്വം ഇനിയും വിട്ടുമാറിയിട്ടില്ല. ഗ്രൂപ്പ് 2-ലാണെങ്കിലും ഗ്രൂപ്പ് 1-ലാണെങ്കിലും അവസാന മത്സരം വരെ കാത്തിരിക്കേണ്ട നില വന്നിരിക്കുന്നു എന്നത് ക്രിക്കറ്റിൻ്റെ ആവേശം കൂട്ടുന്നത് തന്നെയാണ്. കാരണം നാളെയാണ് ഗ്രൂപ്പ് 2-ലെ അവസാന മത്സരം പാകിസ്ഥാൻ ശ്രീലങ്ക. മാർച്ച് 1-നാണ് ഗ്രൂപ്പ് 1-ലെ അവസാന മത്സരം ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് തമ്മിലുള്ള മത്സരം ഇന്ത്യക്കും വെസ്റ്റ് ഇൻഡീസിനും നിർണായകമാണ്. ആര് ജയിക്കുന്നുവോ അവർ സെമിയിലേക്ക് മുന്നേറും. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.